Welcome to this Peppercandy. എല്ലാവരും സുഖമായി സന്തോഷിച്ചിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നോമ്പെല്ലാം ഇങ്ങ് എത്താറായി, എല്ലാവരും ക്ലീനിങ് ഒക്കെ തുടങ്ങിയോ? അപ്പോൾ ഇന്ന് നമുക്ക് കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ കാണാം. കഴിഞ്ഞ റംലാന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റേതൊരു വളരെ ചെറിയ കിച്ചണാണ് കേട്ടോ. അത് കാരണം തന്നെ എനിക്ക് ഒരുപാട് മേക്ക് ഓവറൊന്നും കിച്ചണിൽ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എപ്പോഴും എൻ്റെ ലിവിങ് റൂമോ അല്ലെങ്കിൽ ബെഡ്റൂമോ ഒക്കെ ആയാലും ഞാൻ ഫേർണിച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടൊന്ന് ചേഞ്ച് വരുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ കിച്ചണിൽ എനിക്കത് ശ്രമിക്കാൻ പറ്റാറേ ഇല്ല. കാര്യം ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. ഈ ഒരു കിച്ചൺ ക്ലീൻ ചെയ്യാൻ ശരിക്കും ഒരു ദിവസം മതി. ഡീപ്പ് ക്ലീനിങ് ആണെങ്കിൽ ഒരു ദിവസം മതി. പക്ഷേ ഞാനിത് 3 ദിവസം എടുത്താണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫ്രീ ഉള്ള ടൈമിൽ മാത്രമാണ് ചെയ്തേക്കുന്നത്. വീക്ക് ഡേയിൽ ഞാൻ എപ്പോൾ ഫ്രീ ആവുന്നോ ആ ഒരു സമയത്ത് മാത്രമാണ് ചെയ്തേക്കുന്നത്. ഒത്തിരി എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ക്ലീനിങ്ങും ഓർഗനൈസേഷനും ഒക്കെ. അത് കാരണം എനിക്ക് ഒത്തിരി സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു റിലീഫായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇനി ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വെജിറ്റബിൾ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ കിച്ചൺ UAE പ്രത്യേകിച്ചും എല്ലാ കിച്ചണിലും ഇതുപോലെ ഗ്രീസ് വന്ന് സെറ്റിൽ ആവാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എല്ലാ ദിവസവും കുക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ കൈ എത്തുന്ന ഭാഗം മാത്രം ക്ലീൻ ചെയ്യാറുള്ളൂ. മുകളിലോട്ടൊന്നും സ്റ്റൂളൊന്നും ഇട്ടെല്ലാം എന്നൊന്നും നമുക്ക് കയറി ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ആദ്യം ജിഫിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തു. പിന്നീട് പുൽത്തൈലം, അതായത് ലെമൺ ഗ്രാസ് ഓയിൽ കുറച്ച് വെള്ളത്തിൽ 2-3 ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് അതിനകത്തൊന്ന് സോക്ക് ചെയ്തിട്ടൊന്ന് തുടയ്ക്കുക കേട്ടോ. ഭയങ്കര എഫക്റ്റീവായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ലോണം ക്ലീൻ ആവുന്നുണ്ട്. നമുക്ക് അധികം എഫേർട്ടൊന്നും ഇടണ്ട. എൻ്റെ ഈ ടൈൽസിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്രൂവ്സ് ഉള്ളത് കാരണം തന്നെ നമ്മൾ ഓരോ ടൈൽസും ക്ലീൻ ചെയ്യേണ്ടി വന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല എളുപ്പത്തിൽ ക്ലീൻ ആവും കേട്ടോ. ഇത് ലെമൺ ഗ്രാസ് ഓയിൽ മാത്രം യൂസ് ചെയ്താലും നല്ല വൃത്തിയായി വരും. അതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ. ഞാൻ കഴിഞ്ഞ റംലാനിലാണ് ശരിക്കും ഡീപ്പ് ക്ലീനിങ് ചെയ്തത്. അതിനുശേഷം സാധാരണ വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്നത്. ഒന്ന് നാട്ടിൽ പോകാറാകുമ്പോഴും പിന്നെ റംലാനും. കഴിഞ്ഞ തവണ നാട്ടിൽ പോകാത്തതുകൊണ്ട് ഇപ്പോൾ റംലാനിനാണ് അടുത്ത ക്ലീനിങ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് വാൾപേപ്പർ ഞാൻ ഒരു ഭാഗത്തുനിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പഴയ ബിൽഡിംഗ് ആണ്. അത് കാരണം തന്നെ ടൈൽസിനിടയ്ക്കൊക്കെ ചെറിയ പൊട്ടലുണ്ട്. ആ ഒരു ഗ്രൗട്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ഞാൻ ഒരു സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിക്കുകയാണ്. ശരിക്കും സിലിക്കോൺ ജെല്ലെങ്ങാനുണ്ടെങ്കിൽ അത് വെച്ച് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ പാറ്റ കയറിയിരിക്കും. UAE കാണുന്നൊരു പ്രശ്നമാണല്ലോ പാറ്റ. ഇവിടെ ഇപ്പോൾ എനിക്ക് അത്ര സിവിയർ പാറ്റ പ്രോബ്ലം ഇല്ല. എന്നാലും ചെറിയ ചെറിയ പാറ്റയോ ഏതെങ്കിലും പ്രാണികളൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പൈസ് റാക്കാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ബോട്ടിൽസ് ഒന്നും ഞാൻ വാഷ് ചെയ്യുന്നില്ല. അതൊന്ന് കിച്ചൺ വൈപ്സ് വെച്ചൊന്ന് തുടച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും മസാലകളൊക്കെ ഇട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. എല്ലാം ഞാനൊരു ഒന്നിൽ കിച്ചൺ വൈപ്സോ അതല്ലെങ്കിൽ ഇങ്ങനൊരു നനഞ്ഞ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. സ്പൈസസ് എല്ലാം ഞാൻ സ്റ്റൗവിനടുത്താണ് വെച്ചിരിക്കുന്നത്, എളുപ്പം എടുക്കാനായിട്ടുള്ള സൗകര്യത്തിനായിട്ട്. എനിക്കിവിടെ കബോർഡൊക്കെ വളരെ കുറവാണ്. കിച്ചൺ ക്യാബിനറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇത് അഡീഷണൽ സ്പൈസസ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത കുറച്ച് വ്യത്യസ്തമായ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണിത്. അപ്പോൾ ഇതൊക്കെ കബോർഡിൽ വെക്കുമ്പോൾ നമുക്ക് എളുപ്പം എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയൊരു DIY ചെയ്യുന്നുണ്ട്. ഇത് അറിയാമല്ലോ, സ്പൈസസ് എല്ലാം കൂടെ ഒറ്റ ബോക്സിലിട്ട് വെച്ചാൽ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാനൊക്കെ എളുപ്പം. അത് കാരണം അങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത്. ഞാൻ കബോർഡിൻ്റെയൊക്കെ ഉള്ളിൽ
ഡയല്യൂട്ട് ചെയ്ത ലെമൺ ഗ്രാസ് ഓയിൽ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ക്ലീനാവും, ഭയങ്കര ഒരു റിഫ്രഷിങ് സ്മെല്ലുമാണ്. അതിനുശേഷം ഇതൊരു ടേൺ ടേബിളാണ്, കേക്കിൻ്റെ ടേൺ ടേബിളിൻ്റെ ഒരു എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പം ആവശ്യം വരാത്ത സ്പൈസസ് എല്ലാം കൂടെ ഇങ്ങനെ ഞാൻ ഒരു ട്രേക്കകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ടേൺ ചെയ്ത് നമുക്ക് എളുപ്പത്തിലെടുക്കാൻ പറ്റും. ഇപ്പോൾ ഹൈറ്റ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് അധികം സ്റ്റൂളൊന്നും ഇട്ടെടുക്കണ്ട, ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ അതിന് മുകളിൽ ഞാൻ വെച്ചിരിക്കുന്നതെല്ലാം എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആട്ടോ. എക്സ്ട്രാ വന്ന ബോട്ടിൽസ് എല്ലാം, കാലിയായ ബോട്ടിൽസ് എല്ലാം ഞാൻ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഗ്ലാസ് ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കാരണം ഇപ്പം എന്തെങ്കിലും പിക്കിളിൻ്റെയൊക്കെ ബോട്ടിൽസ് വരുന്നതെല്ലാം വാഷ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. പിന്നെ ഇത് അടുത്തൊരു ക്യാബിനറ്റാണ്. അതിനകത്ത് ഞാൻ നമ്മുടെ ഗ്ലാസസും പ്ലേറ്റ്സും ഒക്കെ വയ്ക്കുന്നത്. കിച്ചൺ ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ കോമ്പറ്റീഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, കുക്കിംഗ് കോമ്പറ്റീഷൻസിന്. അപ്പോൾ അത് കാരണം കുറച്ച് യൂണീക്ക് പീസൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് പാത്രം കളക്ഷനൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇത് ഞാൻ അടുത്ത ദിവസം ചെയ്തതാണ് കേട്ടോ, ഇനിയുള്ള പണിയെല്ലാം. കാര്യം നമ്മൾ വർക്കിംഗ് ലേഡീസ് ആയാലും ബാക്കി വീട്ടിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കിച്ചണിലെ എല്ലാ ഭാഗവും ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ നിന്നാൽ ഒത്തിരി ടൈം എടുക്കും, നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ചെയ്താൽ നമുക്ക് കുട്ടികളുടെ കാര്യം നോക്കാം, അവർക്ക് പെട്ടെന്ന് വിശന്നാൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതൊരു ചെസ്റ്റ് ഡ്രോയേഴ്സാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ, നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. ഇതിൽ ഞാൻ വെക്കുന്നത് ക്ലിംഗ് റാപ്പ്, ബേക്കിംഗ് പേപ്പർ, അലൂമിനിയം ഫോയിൽ, അങ്ങനത്തെ എല്ലാം ഒരു ഡ്രോയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രോയിൽ നമ്മുടെ ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പൈപ്പിംഗ് ബാഗും പൈപ്പിംഗ് നോസിൽസ്, പിന്നെ സ്ക്രേപ്പർ, അങ്ങനത്തെ എല്ലാം കൂടെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡിസ്പോസിബിൾ ബോക്സാണ്. പിന്നെ ഇത് കുക്കി കട്ടറും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നോമ്പ് സമയത്തൊന്നും ഇതിൻ്റെ അങ്ങനെ ആവശ്യം വരാറില്ലല്ലോ അധികം, പക്ഷേ എന്നാലും ഇതൊക്കെ എളുപ്പം എടുക്കാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി കേക്കിൻ്റെ ടൂൾസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴും മെസ്സി ആയിട്ട് വരുന്നൊരു പാർട്ടാണ് വെജിറ്റബിൾ റാക്ക്. അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണിനി. ഇവിടെയും ഞാൻ ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പുൽത്തൈല ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കോക്രോച്ച് വരാതിരിക്കാനുള്ളൊരു ജെല്ലാണ് കേട്ടോ. പക്ഷേ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയത്തില്ല. നമുക്കിവിടെ കോക്രോച്ചസ് കുറവാണ്, അപ്പോൾ അത് കാരണം ആണോ എന്ന് എനിക്കറിയത്തില്ല. അധികം കോക്രോച്ചസ് വന്നിട്ടില്ല. ഇത് എല്ലാ തവണയും ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാറുണ്ട്. പ്രത്യേകിച്ചും വെജിറ്റബിൾ റാക്കിൻ്റെയൊക്കെ ബാക്കിലാണല്ലോ അധികവും വരുന്നത്. ഇതിനകത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നൊരു കബോർഡാണ്. എക്സ്ട്രാ ഉള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്യും. താഴത്തെ റാക്കിൽ മിക്സിയിലെ എക്സ്ട്രാ ജാറും പിന്നെ നമ്മുടെ ചോപ്പർ, ബ്ലെൻഡർ അതൊക്കെയാണ് വെച്ചേക്കുന്നത്, നൈഫ് ഷാർപ്പനർ അതൊക്കെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഡെയിലി യൂസ് അല്ല, എന്നാലും അങ്ങനെ യൂസ് ചെയ്യുന്ന അപ്ലയൻസസ് എല്ലാം അവിടെ വെച്ചേക്കുന്നത്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാണാൻ പോകുന്നത്. ഇതിനകത്ത് ഈ സ്പ്രേ ബോട്ടിൽ ഞാൻ 1 കപ്പ് വെള്ളത്തിൽ ഒരു 4-5 ഡ്രോപ്പ് ലെമൺ ഗ്രാസ് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്ത്, നനഞ്ഞൊരു മൈക്രോഫൈബർ ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. നല്ല കട്ടിയായിട്ടുള്ളൊരു സ്റ്റെയിനാണ്, പക്ഷേ പെട്ടെന്ന് പോകുന്നുണ്ട് ഈ ലെമൺ ഗ്രാസ് ഓയിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഭാഗത്ത് ക്ലീൻ ചെയ്ത ഭാഗവും അല്ലാത്ത ഭാഗവും വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് എക്സോസ്റ്റ് ഫാനിൻ്റെ കവറാണ്. ഇത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പ്രവാസികളുടെ ഒരു ചിഹ്നമായ
തൈരിൻ്റെ ടിന്നാണ്. അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്ത ചെറിയൊരു വാൾപേപ്പർ തന്നെ ഒട്ടിച്ചേക്കും അതിനകത്ത്. ഈ 2 സൈഡിലെ റാക്കിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ളൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ സ്പേസ് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബോട്ടിൽസേ പറ്റുള്ളൂ. ഇനി വെജിറ്റബിൾ റാക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ 3-ാം ദിവസം ക്ലീൻ ചെയ്ത പാർട്ടാണ്. ഇവിടെയാണ് എൻ്റെ മാവും എല്ലാം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന അരി, മാവ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു സെക്ഷനിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, പൾസസ് എല്ലാം. അപ്പോൾ ഇത് ഞാൻ ശരിക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാ മാവും പിന്നെ അരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം എൻ്റെ മദറിനുള്ള കൊടുത്തു വിടാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോകാത്തതുകൊണ്ട് എല്ലാ സാധനവും തീർന്നിരിക്കുക. അപ്പോൾ ഒരുപാട് ബോട്ടിൽസ് എംറ്റി ആയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ഒരു എമൗണ്ടിലല്ലേ വാങ്ങുള്ളൂ. സാധാരണ നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു 6 മാസം വരെ മോശമാവാതിരിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ സാധനങ്ങളെല്ലാം വലിയ ബോട്ടിൽസിലാക്കി വെച്ചിരുന്നത്. അപ്പം അങ്ങനത്തെ ബോട്ടിൽസ് എല്ലാം എനിക്കിപ്പോൾ കാലിയായി ട്രിപ്പുണ്ട്. ഇത് എക്സ്ട്രാ വന്ന മാവെല്ലാം ഞാൻ ക്ലിപ്പിട്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണ്. ഇതൊരു ഇൻബിൽറ്റ് ഡ്രോയറാണ്. അതിനകത്ത് നമ്മുടെ ലഞ്ച് ബോക്സസ് എല്ലാം അതിനകത്താണ് വയ്ക്കുന്നത്. താഴത്തെ യൂണിറ്റിൽ നമ്മൾ കുറേ എൻ്റെ വൈറ്റ് ക്രോക്കറി എല്ലാം വെച്ചിട്ടുണ്ട്, എളുപ്പം എടുക്കുന്ന വൈറ്റ് ക്രോക്കറി. അതിന് താഴെ ഈ ഇഡ്ഡലി തട്ട്, പുട്ടിൻ്റെ കുറ്റി, അങ്ങനത്തെ എല്ലാം. ഏറ്റവും താഴെ ഒരു ജങ്ക് ഡ്രോയറാണ്. ഈ കിച്ചണിലെ എല്ലാ എക്സ്ട്രാ പാർട്സും ഇവിടെ കാണും. അങ്ങനത്തെ ഒരു ഡ്രോയറാണ് കേട്ടോ ഇത്. ഇത് അണ്ടർ ദി സിങ്ക് ഓർഗനൈസർ. ഞാനിത് ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ. നൂൺ വഴി വാങ്ങിയതാണ്. ഒരു ഓഫർ ഉണ്ടായിരുന്നു 20 ദിറംസിന്. നമുക്ക് ശരിക്കും UAE-യിൽ എനിക്ക് ശരിക്കും ഈ ഒരു ക്യാബിനറ്റേ ഉള്ളൂ, താഴെയായിട്ട് ഈ ഒരു ക്യാബിനറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു അണ്ടർ ദി സിങ്ക് ഓർഗനൈസർ വാങ്ങിച്ച്. വളരെ യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത്, ഹൈറ്റും എല്ലാം നമ്മൾ ആ ഒരു ക്യാബിനറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം ഡ്രില്ല് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് കാരണം വെർട്ടിക്കൽ സ്പേസ് മാക്സിമം യൂസ് ചെയ്യാനാണ് നോക്കിയേക്കുന്നത്, നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട്. എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ള കാര്യമായിരുന്നു കിച്ചണിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. പക്ഷേ എൻ്റെ കിച്ചൺ വളരെ ചെറുതായതുകൊണ്ട് ടേബിളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള രീതിയിലുള്ള കോൺഫ്ലേക്സ്, അവർക്ക് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചേക്കുന്നത്. ജ്യൂസ്, പിന്നെ ഈ ഒരു ഡ്രോയറിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറച്ച് സ്നാക്സും വെച്ചിട്ടുണ്ട്, എളുപ്പം എടുക്കാൻ പറ്റുന്ന രീതിയിൽ. പൊട്ടിച്ച സ്നാക്സ് ഞാൻ ഡൈനിങ് ടേബിളിലാണ് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് വാഷ് ചെയ്യാൻ കിച്ചൺ ടവൽസ് എല്ലാം വാഷ് ചെയ്ത് ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ സാധാരണ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇനി കിച്ചൺ ലാസ്റ്റ് ഒന്ന് ഫൈനൽ ക്ലീനിങ് ആകും. ഇത് നല്ലോണം ബ്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ട്. അതും കിച്ചൻ്റെ എല്ലാ ഭാഗമൊന്നും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാര്യം എനിക്ക് ലൈറ്റിംഗ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു സൈഡിൽ, അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇനി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. നല്ലൊരു സ്മെല്ലാവും കിച്ചണിന്. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒലീവ്സിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. അത് ഒന്ന് 2-3 ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വേപ്പേഴ്സിനൊക്കെ കിച്ചൺ ഫുള്ളാകെ ഒരു സ്മെല്ല് മാറ്റും. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിരുന്ന ആ ഒരു സ്മെല്ല് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ടിപ്പാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കാണുന്നവരെല്ലാം എനിക്ക് ഉറപ്പുണ്ട് എന്നെപ്പോലെ ക്ലീനിങ് ഓർഗനൈസേഷനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ മടിയൊക്കെ മാറ്റി എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാൻ കുറച്ച് പേരെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.